എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ സ്റ്റഡീസിൻ്റെ 4th ചാപ്റ്ററായ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ചാപ്റ്ററാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പഴയ ക്ലാസ്സുകൾ കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്കൊന്ന് വരാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇമ്പാക്റ്റാണ് പഠിച്ചത്. ഇമ്പാക്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് പോളിസീസ്, അതായത് ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ് പഠിച്ചത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ബ്രിട്ടീഷുകാരുടെ റവന്യൂ സിസ്റ്റം എന്തെല്ലാമായിരുന്നു, അവർ കൊണ്ടുവന്ന റവന്യൂ സിസ്റ്റം, ലാൻഡ് റവന്യൂ സിസ്റ്റം, പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, റേറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ ദയവായി ആ ക്ലാസ്സുകൾ കൂടി കാണുക. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണമായിരുന്നു. അവരുടെ ഓരോ സ്ഥലത്തും കൃഷി ചെയ്തിരുന്ന ധാന്യങ്ങൾ ഏതെല്ലാമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ഇൻഡിഗോ റിവോൾട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇൻഡിഗോ റിവോൾട്ട്. അതിനെപ്പറ്റി, അതായത് നീലം കർഷകരുടെ കലാപങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഞങ്ങൾ പഠിച്ചത്. അത് പഠിച്ചതിന് ശേഷം ഇൻഡിഗോ റിവോൾട്ടിന് ശേഷം നമ്മൾ പഠിച്ച അടുത്ത പോർഷൻ എന്ന് പറയുന്നത് പെസൻറ്റ് റിവോൾട്ട്സ് ഇൻ കേരള, അതായത് കർഷക കലാപങ്ങൾ കേരളത്തിൽ എത്രത്തോളം സ്വാധീനമാണ് ചെലുത്തിയത്, എന്തെല്ലാം മാറ്റങ്ങളാണ് കർഷക കലാപങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രഗിൾ സ്റ്റോംസ് ജംഗിൾസ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തെല്ലാമാണ് സ്ട്രഗിൾ സ്റ്റോംസ് ജംഗിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കാടുകൾ കലാപഭൂമിയാകുന്നു. സ്ട്രഗിൾ സ്റ്റോംസ് ജംഗിൾസ് മീൻസ് കാടുകൾ കലാപഭൂമിയാകുന്നു. അപ്പം നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഇവിടെ പറയുന്നതെന്ന്. ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും സന്താൾ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗത്തെ കുറിച്ചിട്ടാണ്, സന്താൾ ജനതയുടെ ജീവിതത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ എങ്ങനെയാണ് പോരാടി നിന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ആരാണ് സന്താൾമാർ എന്നുള്ള കാര്യം ഫസ്റ്റ് ഒന്ന് വായിച്ചു പോവാം, അതിനുശേഷം അടുത്തതിലേക്ക് വരാം. The Sandal is a tribe inhabiting the valleys of Rajmahal Hills stretching across the present Bengal, Jharkhand and Bihar. അതായത് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയായിരുന്നു സന്താൾമാർ. അപ്പോൾ ആരായിരുന്നു സന്താൾമാർ? The Sandal is the tribe inhabiting the valleys of Rajmahal Hills stretching across the present Bengal, Jharkhand and Bihar. അതായത് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയായിരുന്നു സന്താൾമാർ. They lived closely with nature and earned a living by farming and collecting forest produce. ഇനി അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് വളരെ ഇണങ്ങിയാണ് അവർ ജീവിച്ചു പോന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സന്താൾമാർ ആരായിരുന്നു എന്നും അവരെങ്ങനെയാണ് ജീവിച്ചു പോന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ദേ വേർ സ്റ്റഡി ആൻഡ് ഹാർഡ് വർക്കിംഗ്. അവർ എങ്ങനെയുള്ളവരായിരുന്നു? വളരെ കരുത്തരും അതുപോലെ തന്നെ അധ്വാനശീലരുമായിരുന്നു, തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു ഈ സന്താൾ എന്നറിയപ്പെടുന്ന ഗോത്ര ജനത. ഒന്നുകൂടി പറയാം. ദേ വേർ സ്റ്റഡി ആൻഡ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹാഡ് ദെയർ ഓൺ യൂണിക് കൾച്ചർ. അവരുടേതായ യൂണിക് കൾച്ചർ മീൻസ് തനതായ സംസ്കാരം. അപ്പോൾ അവർക്ക് അവരുടേതായ കൾച്ചർ, യൂണിക് കൾച്ചർ മീൻസ് തനതായ സംസ്കാരം, അവരുടേതായ തനതായ സംസ്കാരം ഉള്ളവരും അതുപോലെ തന്നെ വളരെയധികം അധ്വാനശീലരും കരുത്തരുമായിരുന്നു സന്താൾ എന്നറിയപ്പെടുന്ന ഗോത്ര ജനത. The rhythm of their life was disturbed with the establishment of the British rule. പക്ഷെ എന്തു പറ്റി? ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളമാകെ നഷ്ടമായി തീർന്നു. ഇതാണ് ഇവിടെ സന്താൾ ജനതയെക്കുറിച്ച് പറഞ്ഞത്. ഇനി കുറച്ച് പോയിന്റ് കൂടി ഇതുവരെ ഒന്നും കൂടെ പറയാം.
അതായത് സന്താൾ ജനത ആരായിരുന്നു സന്താൾ ജനത എന്നാണ് നമ്മൾ പഠിച്ചത്. ദ സന്താൾ ഈസ് ദ ട്രൈബ് ഇൻഹാബിറ്റിംഗ് ദ വാലീസ് ഓഫ് രാജ്മഹൽ ഹിൽസ് സ്ട്രെച്ചിങ് ആക്സസ് ദ പ്രസന്റ് ബംഗാൾ, ജാർഖണ്ഡ് ആൻഡ് ബീഹാർ. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയായിരുന്നു സന്താൾമാർ. ദേ ലിവ്ഡ് ക്ലോസ്ലി വിത്ത് നേച്ചർ ആൻഡ് എ ലിവിങ് ബൈ ഫാമിംഗ് ആൻഡ് കളക്ടിങ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അതായത് വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് വളരെ ഇണങ്ങി ജീവിച്ചുമാണ് അവർ പോന്നിരുന്നത്. ദേ വർ സ്റ്റഡി ആൻഡ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹാഡ് ദെയർ ഓൺ യൂണിക് കൾച്ചർ. അവർ വളരെ കരുത്തരും അതുപോലെ തന്നെ അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു ഈ സന്താൾമാർ. ദ റിതം ഓഫ് ദെയർ ലൈഫ് വാസ് ഡിസ്റ്റർബ്ഡ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. പക്ഷെ എന്തു പറ്റി? ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളമാകെ നഷ്ടമായി തീർന്നു. അടുത്ത് നോക്കാം. ദ സെമീന്ദാർസ് ആൻഡ് മണി ലെൻഡേഴ്സ് ക്യാപ്ചേർഡ് ദെയർ ലാൻഡ്. സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും, അവിടുത്തെ പ്രഭുക്കന്മാരായിരുന്നു ഈ സെമീന്ദാർമാരൊക്കെ. അപ്പോൾ ഈ സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമിയാകെ കൈയടക്കി. സെമീന്ദാർമാരുടെ ഭൂമി ആരാണ് കൈയടക്കിയത്? ഈ സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും, മണി ലെൻഡേഴ്സും സെമീന്ദാർസും അവരുടെ ഭൂമിയെല്ലാം തന്നെ കൈയടക്കി. നെക്സ്റ്റ് നോക്കാം. ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് മേഡ് ദം വർക്ക് ആസ് സ്ലേവ്സ് ഇൻ ലേയിങ് റെയിൽവേ ലൈൻസ്. റെയിൽവേ നിർമ്മാണത്തിനു വേണ്ടി, അതായത് റെയിൽവേ നിർമ്മിക്കുന്നതിനു വേണ്ടി സന്താൾ ജനതയെ അടിമകളെപ്പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിച്ചു. സെമീന്ദേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ക്യാപ്ചേർഡ് ദെയർ ലാൻഡ്. സെമീന്ദാറും മണി ലെൻഡേഴ്സും കൊള്ള പലിശക്കാരും എല്ലാം തന്നെ ഈ സന്താൾമാരുടെ ലാൻഡ് എല്ലാം കൈവശപ്പെടുത്തി. കൂടാതെ ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് മേഡ് ദം വർക്ക് ആസ് സ്ലേവ്സ് ഇൻ ലേയിങ് റെയിൽവേ ലൈൻസ്. റെയിൽവേ നിർമ്മാണത്തിനു വേണ്ടി സന്താൾ ജനതയെ അടിമകളെപ്പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിച്ചു. When their life became unbearable, they decided to take up arms against of the British under the leadership of Siddo and Kanhu. പ്രധാന പോയിന്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഈ ബ്രിട്ടീഷുകാരുടെ ആക്രമണങ്ങളെല്ലാം വളരെ വിധത്തിലായപ്പോൾ അവർക്കുള്ള ജീവിതം എന്തായാലും ഒരു വഴിമുട്ടിയ അവസ്ഥയിലായി. ആ സമയത്ത് അവരുടെ ജീവിതം ഗതിമുട്ടിയ ഈ സന്താൾ ജനത നേതാക്കന്മാരായ സിദ്ദുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ ആയുധമെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സന്താൾമാരുടെ നേതാക്കന്മാരായിരുന്നു ആര്? സിദ്ദുവും കാനുവും. അപ്പോൾ സന്താൾ ജനവിഭാഗത്തിൻ്റെ ഗോത്ര ജനവിഭാഗത്തിൻ്റെ നേതാവായിരുന്നു സിദ്ദുവും കാനുവും. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. When their life became unbearable, they decided to take up arms against the British under the leadership of Siddo and Kanhu. The Rajmahal Hills became a battlefield against the British. അങ്ങനെ എന്ത് ചെയ്തു? ഈ രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരെയായിട്ടുള്ള പോരാട്ട വേദിയായി മാറി. ദ ബ്രിട്ടീഷ് വെർ ഷോക്ക്ഡ് ആസ് ദെയർ ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഈ സന്താൾമാരുടെ ഇങ്ങനെയുള്ള ആക്രമണ മനോഭാവം കണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിലുള്ള സമീപനം കണ്ട് അവർക്ക് എന്ത് ചെയ്തു? ഈ ഇത്തരത്തിലുള്ള സ്പിരിറ്റ്, അതായത് യുദ്ധം ചെയ്യാനുള്ള സ്പിരിറ്റ് കണ്ട് ബ്രിട്ടീഷുകാർ ആകെ ഷോക്ക്ഡായി തീർന്നു. അവരാകെ ഷോക്കായി തീർന്നു. ബട്ട് ദ സന്താസ് കുഡ് നോട്ട് കീപ്പ് ഇറ്റ് ഗോയിങ് ഫോർ ലോങ്. തൗസൻഡ്സ് ഓഫ് സന്താസ് വെർ കിൽഡ് ഇൻ ദ സ്ട്രഗിൾ. പക്ഷെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഷോക്കായെങ്കിൽ തന്നെയും ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ കാലം പോരാടി നിൽക്കാൻ ഈ സന്താൾമാരെ കൊണ്ട് ആയില്ല. തൗസൻഡ്സ് ഓഫ് സന്താസ് വെർ കിൽഡ് ഇൻ ദ സ്ട്രഗിൾ. ഈ യുദ്ധത്തിൽ ഇങ്ങനെയുണ്ടായ ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ആയിരക്കണക്കിന് സന്താൾമാർ മരിക്കപ്പെടുകയും ചെയ്തു. മനസ്സിലായതോ? അപ്പോൾ ഇവിടെ പറഞ്ഞത് സന്താൾ എന്ന ഗോത്ര വിഭാഗത്തെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചിട്ടുമാണ് പറഞ്ഞത്. കൂടാതെ ബ്രിട്ടീഷുകാർക്കെതിരെ അവരെങ്ങനെയെല്ലാം പോരാടി നിന്നു എന്നാണ് പിന്നെ പഠിച്ചത്. കൂടാതെ സന്താൾമാരുടെ നേതാക്കൾ ആരെല്ലാമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. ഇനിയാണ് പോയിന്റിലേക്ക് വരുന്നത്. നോക്കാം. The above description is about the resistance of the Sandals against the British in 1855.
1855 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ വിവരണമാണ് നമ്മൾ മുകളിൽ ഇപ്പോൾ ഈ വായിച്ചത്. മനസ്സിലായല്ലോ, ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സന്താൾമാരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ 1855 വർഷം ഓർമ്മിക്കുക. 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ വിവരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. The tribes became the victims of the British rule. ഗോത്ര ജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. അടുത്തൊരു ജനവിഭാഗത്തെ ഗോത്ര ജനത ട്രൈബ്സ് ബിക്കെയിം, സന്താൾമാരെ പോലെ ഒരു ഗോത്രവിഭാഗമാണ് ട്രൈബ്സ്. അവരും എന്ത് ചെയ്തു? ബ്രിട്ടീഷ് റൂള്, ഗോത്ര ജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. ഗാദറിംഗ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, കാറ്റിൽ റിയറിംഗ്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് ഹണ്ടിങ് വെയർ ദെയർ മേജർ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പൂനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. അപ്പോൾ ഈ ട്രൈബ് വിഭാഗക്കാരുടെ അവരുടെ ജീവിത ഉപാധികൾ എന്തെല്ലാമാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്തെല്ലാമായിരുന്നു? ഗാദറിങ് ഫോറസ്റ്റ്, വനവിഭവങ്ങളെല്ലാം തന്നെ കൈയടക്കുക. കൂടാതെ എന്താണ്? കാറ്റിൽ റിയറിങ്, കന്നുകാലി വളർത്തൽ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, പൂനം കൃഷി, അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നു ആൻഡ് ഹണ്ടിങ് വെയർ ദെയർ മേജർ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, വേട്ടയാടൽ തുടങ്ങിയവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. ദ ഫോറസ്റ്റ് ആക്ട്സ് ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് മേഡ് ദെയർ ലൈഫ് മിസറബിൾ. എന്താണ് പറയുന്നത്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ വളരെ ദുരിതമയമാക്കി തീർക്കുകയും ചെയ്തു. ദ ഫോറസ്റ്റ് ആക്ട് ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് മേഡ് ദെയർ ലൈഫ് മിസറബിൾ. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വനം നിയമങ്ങൾ, ഫോറസ്റ്റ് ആക്റ്റുകൾ എന്ത് ചെയ്തു? ഗോത്ര ജനതയെ വളരെ കഷ്ടത്തിലാക്കി തീർക്കുകയും ചെയ്തു. They were prohibited to enter forest when the British declared forest as protected. ഇവിടെ പറയുന്നത് വനങ്ങളെ ഇങ്ങനെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടുകൂടി, പ്രൊഹിബിറ്റ് ചെയ്ത് നിർത്തിയതോടുകൂടി, വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. പ്രൊഹിബിറ്റ് ചെയ്യുക മീൻസ് നിഷേധിക്കുക, തടസ്സപ്പെടുത്തുക. They were prohibited to enter forest when the British declared forest as protected. വനങ്ങളെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചതോടെ ഈ ഗോത്ര ജനവിഭാഗങ്ങളെ ഒന്നും വനത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ വയ്യാതെയാക്കി തീർത്തു. The forests that were abundant with trees required by the British were declared as protected forest. പിന്നെന്താണ് പറയുന്നത്? ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചത്. ദ ഫോറസ്റ്റ് ദാറ്റ് വെയർ അബണ്ടന്റ് വിത്ത് ട്രീസ് റിക്വയർഡ് ബൈ ദ ബ്രിട്ടീഷ് വെയർ ഡിക്ലെയർഡ് ആസ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചത്. ദ ബ്രിട്ടീഷ് വൈഡ്ലി ഫെൽഡ് ട്രീസ് ഫ്രം ഫോറസ്റ്റ് ടു ലേ റെയിൽവേ ലൈൻസ് ആൻഡ് ബിൽഡ് ഷിപ്സ് ആൻഡ് ഫോർ പ്ലാന്റേഷൻ. കൂടാതെ കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. ദ ബ്രിട്ടീഷ് വൈഡ്ലി ഫെൽഡ് ട്രീസ് ഫ്രം ഫോറസ്റ്റ് ടു ലേ റെയിൽവേ ലൈൻസ് ആൻഡ് ബിൽഡ് ഷിപ്സ് ആൻഡ് ഫോർ പ്ലാന്റേഷൻ. എന്തെല്ലാം കാര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ വനങ്ങളിൽ നിന്ന് മരങ്ങൾ മുറിച്ചിരുന്നു? റെയിൽവേ പാത നിർമ്മാണം, കപ്പൽ നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ വനങ്ങളിൽ നിന്ന് മരങ്ങൾ മുറിച്ചെടുക്കാൻ തുടങ്ങി. ദ ബ്രിട്ടീഷ് ലിവിഡ് ടാക്സ് അറ്റ് ഹയർ റേറ്റ് ഓൺ ദ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്റ്റഡ് ബൈ ദ ട്രൈബ്. കൂടാതെ എന്ത് ചെയ്തു? തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും അതുപോലെ അപ്പോൾ ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ദ ബ്രിട്ടീഷ് ലിവേർഡ് ടാക്സ് അറ്റ് എ ഹയർ റേറ്റ് ഓൺ ദ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്റ്റഡ് ബൈ ദ ട്രൈബ്സ്. അതായത് ഗോത്ര ജനത ശേഖരിച്ച് വന്നിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഫോറസ്റ്റ് ദാറ്റ് വെയർ അബണ്ടന്റ് വിത്ത് ട്രീസ് റിക്വയർഡ് ബൈ ദ ബ്രിട്ടീഷ് വെയർ ഡിക്ലെയർഡ് ആസ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. ദ ബ്രിട്ടീഷ് വൈഡ്ലി ഫെൽഡ് trees from forest to lay railway lines and build ships and for plantation. The British levied tax at a higher rate on the forest produce collected by the
ട്രൈബ്സ്. അപ്പോൾ ഈ ഗോത്ര വിഭാഗങ്ങൾ ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ഈ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്താനും തുടങ്ങി. ദീസ് സിറ്റുവേഷൻ ലെഡ് ദ ട്രൈബ് ടു ഫൈറ്റ് അഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഇതെന്ത് ചെയ്തു? ഇങ്ങനെയുള്ള നികുതിയെല്ലാം ചുമത്തിയത് കൊണ്ട് തന്നെ ട്രൈബ് ഗോത്ര വിഭാഗക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ? ഇത്രയും പറഞ്ഞ് നമ്മൾ സന്താൾമാരെ കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ഗോത്ര വിഭാഗം ട്രൈബിനെ കുറിച്ച് പറഞ്ഞു. അവിടെ അവർ വനവിഭാഗങ്ങളെ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ചൂഷണം ചെയ്തത്, അതുപോലെ തന്നെ ട്രൈബ് അവരുടെ വനവിഭാഗങ്ങൾ കൈയടക്കുന്നതിൽ നിന്നും ട്രൈബുകളുടെ കയ്യിൽ നിന്നും ഹൈ ടാക്സ് അവർ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് മെയിൻ പോയിൻ്റാണ് അടുത്തത്, കുറിച്യ റിവോൾട്ട്, കുറിച്യ കലാപം. കുറിച്യ റിവോൾട്ട്, കുറിച്യ കലാപം എന്താണെന്ന് നോക്കാം. കുറിച്യ റിവോൾട്ട്. കുറിച്യ റിവോൾട്ട് വാസ് അനദർ ട്രൈബൽ ഇൻസർജൻസി അഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. അപ്പോൾ വയനാട്ടിലാണ് കുറിച്യ കലാപം നടന്നത്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. കുറിച്യ റിവോൾട്ട് വാസ് അനദർ ട്രൈബൽ ഇൻസർജൻസി എഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമായിരുന്നു കുറിച്യ റിവോൾട്ട്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ കുറിച്യ ആൻഡ് ദ കുറുമ്പ ട്രൈബ്സ് ഓഫ് വയനാട് ഇൻ 1812. അതായത് 1812 ഏതാണ് വർഷം ഓർമ്മിക്കുക. 1812 വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. എന്തിനു വേണ്ടി? 1812 നടന്ന ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെന്ന് ഇനി പറയുന്നുണ്ട്. അപ്പോൾ 1812 വയനാട്ടിലെ കുറിച്യ എന്ന ഒരു വിഭാഗവും അതുപോലെ തന്നെ കുറുമ്പ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗക്കാരും നടത്തിയ ഒരു കലാപമായിരുന്നു കുറിച്യ കലാപം. വർഷം ഓർമ്മിക്കുക. കുറിച്യ റിവോൾട്ട് 1812 1812 കുറിച്യ കലാപം. കുറിച്യ റിവോൾട്ട് വാസ് അനദർ ട്രൈബൽ ഇൻസർജൻസി അഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നിന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ കുറിച്യ ആൻഡ് ദ കുറുമ്പ ട്രൈബ്സ് ഓഫ് വയനാട് ഇൻ 1812. 1812 കുറിച്യ കുറുമ്പ തുടങ്ങിയ ഗോത്രവർഗ്ഗക്കാർ നടത്തിയ ഒരു കലാപമായിരുന്നു കുറിച്യ റിവോൾട്ട്. ലെറ്റ്സ് എക്സാമിൻ ദ റീസൺസ് ഓഫ് ദിസ് റിവോൾട്ട്. എന്തെല്ലാമായിരുന്നു ഈ കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ് ഇനി പറയുന്നത്. എന്തെല്ലാമായിരുന്നു? ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. ഒന്നാമത്തെ കാരണമായി പറയുന്നത് എന്താണ്? ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ് ഒന്നാമത്തെ കാരണം. നെക്സ്റ്റ് എന്താണ്? കമ്പൾഷൻ ഓഫ് പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. അപ്പോൾ രണ്ടാമത്തെ കാരണം എന്തായിരുന്നു? കമ്പൾഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചതായിരുന്നു രണ്ടാമത്തെ പോയിന്റ്. സീസിങ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതും കുറിച്യ റിവോൾട്ടിന് കാരണമായി തീർന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇപ്പോൾ കുറിച്യ റിവോൾട്ട് എന്തായിരുന്നു, കുറിച്യ റിവോൾട്ട് നടന്ന വർഷം എന്താണ്, എന്തെല്ലാമായിരുന്നു കുറിച്യ റിവോൾട്ടിൻ്റെ കാരണങ്ങൾ. അവിടെ സൈഡിൽ തന്നെ നോട്ട് ചെയ്യുക. കുറിച്യ റിവോൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി പറയാം. കുറിച്യ റിവോൾട്ട് വാസ് അനദർ ട്രൈബൽ ഇൻസർജൻസി എഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് കുറിച്യ റിവോൾട്ട്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ കുറിച്യ ആൻഡ് ദ കുറുമ്പ ട്രൈബ്സ് ഓഫ് വയനാട് ഇൻ 1812. 1812 വയനാട്ടിൽ കുറിച്യരും കുറുമ്പരും ആയ ഗോത്രവർഗ്ഗക്കാർ നടത്തിയ കലാപമായിരുന്നു കുറിച്യ റിവോൾട്ട് എന്നറിയപ്പെടുന്നത്. പിന്നെ പറയുന്നത് അതിൻ്റെ കാരണങ്ങൾ. കുറിച്യ റിവോൾട്ടിൻ്റെ റീസൺസ് എന്താ? വാട്ട് ആർ ദ റീസൺസ് ഓഫ് കുറിച്യ റിവോൾട്ട്? അതെന്തെല്ലാമാണ്? കുറിച്യ റിവോൾട്ടിൻ്റെ റീസൺസ് എന്തെല്ലാമായിരുന്നു എന്നാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതായിരുന്നു ഒന്നാമത്തെ കാരണം. കമ്പൾഷൻ ഓഫ് പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് രണ്ടാമത്തെ കാരണം. സീസിങ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ആയിരുന്നു മൂന്നാമത്തെ കാരണം. മനസ്സിലായല്ലോ എല്ലാവർക്കും? അടുത്തത് നോക്കാം.
ദ റിവോൾട്ട് വാസ് ലെഡ് ബൈ ദ കുറിച്ച ലീഡർ രാമനമ്പി. അപ്പം കലാപം നടന്നത്, ഈ കുറിച്ച റിവോൾട്ട് നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? കുറിച്ച നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു കുറിച്ച റിവോൾട്ട് നടന്നത്. പേരോർമ്മിക്കുക, രാമൻ നമ്പി. അപ്പോൾ ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പേരോർമ്മിക്കുക, രാമൻ നമ്പി. ദ റിവോൾട്ട് വാസ് ലെഡ് ബൈ ദ കുറിച്ച ലീഡർ രാമൻ നമ്പി. കലാപം നടന്നത് കുറിച്ച നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. സെവറൽ പീപ്പിൾ അതർ ദാൻ ദ ട്രൈബ്സ് ആൾസോ ജോയിൻഡ് ദ സ്ട്രഗിൾ. അപ്പോൾ ഈ കുറിച്ച കലാപത്തിൽ ഗോത്രവർഗക്കാരെ കൂടാതെ, ഗോത്ര ജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായിരുന്നു. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് സപ്രസ്ഡ് ദ സ്ട്രഗിൾ ആൻഡ് കിൽഡ് രാമനമ്പി. ഈ സമയത്ത് എന്തു ചെയ്തു? കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് സപ്രസ്ഡ് ദ സ്ട്രഗിൾ ആൻഡ് കിൽഡ് രാമനമ്പി. ഇങ്ങനെ ഉണ്ടായി കുറിച്ച റിവോൾട്ടിനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും അവരുടെ നേതാവായിരുന്ന രാമനമ്പിയെ പിടികൂടി വധിക്കുകയും ചെയ്തു. അപ്പോൾ രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ ഈ സമയത്ത്, കുറിച്ച റിവോൾട്ട് നടന്ന സമയത്ത് അദ്ദേഹത്തെ, ഈ സമരങ്ങൾ അടിച്ചമർത്തുകയും കൂടാതെ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. T.H. Babar, the sub-collector of Talasheri, recorded, if the rioters should resist one more month, they could control the entire state. പ്രധാന പോയിൻ്റാണ്, അവിടെ ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ഈ സമയത്ത് രാമൻ നമ്പിയെ വകവരുത്തുക ചെയ്യുകയുണ്ടായി. ഈ സമയത്ത് എന്താണ്, ആ തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ ആയിരുന്ന T.H. ബാബർ, ഈ കലാപം നടക്കുന്ന സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്നു T.H. ബാബർ. അദ്ദേഹം പറയുകയുണ്ടായി, ഈ കലാപത്തെ പറ്റി, കുറിച്ച റിവോൾട്ടിനെ പറ്റി അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇനി പറയുന്നത്. എന്താണ്? ഇഫ് ദ റയറ്റേഴ്സ് കുഡ് റെസിസ്റ്റ് വൺ മോർ മന്ത് ദേ കുഡ് കൺട്രോൾ ദ എൻറ്റയർ സ്റ്റേറ്റ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ ഈ കുറിച്ച റിവോൾട്ടിലെ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ. ഒരു പ്രധാന പോയിൻ്റാണ്, അന്നത്തെ തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്ന T.H. ബാബർ പറഞ്ഞ വാക്കുകളാണിത്. അതായത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ ഈ കുറിച്ച കലാപത്തിലെ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. മനസ്സിലായില്ലേ? അപ്പോൾ അത്രത്തോളം ശക്തമായിട്ട് വന്ന ഒരു കലാപം തന്നെയായിരുന്നു കുറിച്ച റിവോൾട്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ വളരെ പെട്ടെന്ന് തന്നെ അവരെ അടിച്ചമർത്തുകയും രാമൻ നമ്പിയെ വകവരുത്തുകയും ചെയ്തു. ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, രാജ്യം അവരുടെ നിയന്ത്രണത്തിലായി തീരുമായിരുന്നു എന്നാണ് ഇവിടെ അന്നത്തെ സബ് കളക്ടറായിരുന്ന T.H. ബാബർ പറഞ്ഞത്. അടുത്ത നോക്കാം. ബിസൈഡ്സ് ദ സന്താൾ ആൻഡ് ദ കുറിച്ച റിവോൾട്ട്, സെവറൽ അതർ ട്രൈബൽ ഇൻസർജൻസീസ് ബ്രോക്ക് ഔട്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് എമംഗ് ദം ആർ, അതായത് ഇവിടെ പറയുന്നത് T.H. ബാബറിൻ്റെ ഈ അഭിപ്രായം കഴിഞ്ഞിട്ട് പറയുന്നത്, ബിസൈഡ്സ് ദ സന്താൾ ആൻഡ് ദ കുറിച്ച റിവോൾട്ട്, നമ്മൾ സന്താൾമാരെ കുറിച്ച് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ കുറിച്ച റിവോൾട്ടിനെ കുറിച്ചും പറഞ്ഞിരുന്നു. ഇതൊന്നും കൂടാതെ സെവറൽ അതർ ട്രൈബൽ ഇൻസർജൻസീസ് ബ്രോക്ക് ഔട്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ കലാപങ്ങൾ കൂടാതെ തന്നെ പല കലാപങ്ങളും നടക്കുകയുണ്ടായി. ദ ഇമ്പോർട്ടൻ്റ് എമംഗ് ദം ആർ, അതിൽ ചിലതാണ് ഇനി താഴെ പറയുന്നത്. അതേതൊക്കെയായിരുന്നു? പഹാരിയ റിബല്യൻ, പഹാരിയ കലാപം, കോൾ റിബല്യൻ, കോൾ കലാപം, ഖാസി റിബല്യൻ, ഭിൽ റിബല്യൻ, മുണ്ട റിബല്യൻ. ഇത് ഇത്രയുമായിരുന്നു ഈ നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചു വന്ന സന്താൾ കലാപത്തിനേക്കാളും അതുപോലെ തന്നെ കുറിച്ച റിവോൾട്ടിനെയും കൂടാതെ ഇന്ത്യയുടെ മറ്റുള്ള പ്രദേശങ്ങളിൽ വേറെയും ചില റിവോൾട്ടുകൾ, സമരങ്ങൾ അല്ലെങ്കിൽ കലാപങ്ങളെല്ലാം നടക്കുകയുണ്ടായി. അത് ഏതെല്ലാമാണെന്നാണ് ഇവിടെ പറയുന്നത്. പഹാരിയ റിബല്യൻ, കോൾ റിബല്യൻ, ഖാസി റിബല്യൻ, ഭിൽ റിബല്യൻ, മുണ്ട റിബല്യൻ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. നെക്സ്റ്റ്, ലിസൺ ടു ദ വേർഡ്സ് ഓഫ് K. സുരേഷ് സിംഗ്, എ ഹിസ്റ്റോറിയൻ അബൌട്ട് ദ ട്രൈബൽ സ്ട്രഗിൾസ് ഇൻ ഇന്ത്യ. ഇനി ഇവിടെ പറയുന്നത് ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് അന്നത്തെ ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകളാണ് ഇനി പറയുന്നത്. ലിസൺ ടു ദ വേർഡ്സ് ഓഫ് K. സുരേഷ് സിംഗ്, എ ഹിസ്റ്റോറിയൻ അബൌട്ട് ദ ട്രൈബൽ സ്ട്രഗിൾസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകളാണ് ഇനി പറയുന്നത്.
The anti-British struggles of illiterate tribal communities were more aggressive, intense, and continuous than any other sex, including peasants. അതായത് കർഷകരുൾപ്പെടെ ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായിട്ടുള്ള ഗോത്രജനത നടത്തിയത്. അപ്പോൾ ഈ ആൾ പറയുന്നത് ഗോത്രജനത അത്രയും ശക്തമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് നടത്തിയത് എന്നാണ് അന്നത്തെ ചരിത്രകാരനായിരുന്ന കെ സുരേഷ് സിംഗ് പറയുന്നത്. ദ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾസ് ഓഫ് ഇല്ലിറ്ററേറ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, അതായത് ഇല്ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നിരക്ഷരരായ ഗോത്രജനത നടത്തിയത്. ദ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾസ് ഓഫ് ഇല്ലിറ്ററേറ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് വെയർ മോർ അഗ്രസീവ്, വളരെ കാര്യക്ഷമവും ഇൻറ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ദാൻ എനി അതർ സെക്സ് ഇൻക്ലൂഡിങ് പേഴ്സൺസ്. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും അതുപോലെ തന്നെ നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജനത നടത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ദിവസം നമുക്ക് അടുത്ത പോർഷൻ എടുക്കാം. ഇന്ന് നമ്മൾ പറഞ്ഞത് കുറിച്ച റിവോൾട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ സന്താൾമാരെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതെല്ലാവരും ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് കണ്ടിട്ട് എല്ലാവരും ഇന്ന് തന്നെ പഠിക്കുക. ഒന്നുകൂടി പറയുന്നു, കുറച്ച് ഗ്യാപ്പ് വന്നത് കാരണം ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ പ്രീവിയസ് ക്ലാസ്സസ് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടി കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാനുള്ളത്. ഓക്കെ, അടുത്ത ദിവസം അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻ എടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.